الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തഖ്വ ധാരാളമായി ശേഖരിക്കുന്ന ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹുവിൻ്റെ ഖുർആൻ ഇറങ്ങിയ മാസം. ഈ പുണ്യത്തിൻ്റെ പൂക്കാലം നമ്മളിൽ നിന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാൽ വിട പറയുകയാണ്. പാപത്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞ് പുണ്യത്തിൻ്റെ ഇലകൾ തളിർത്ത വൃക്ഷങ്ങളായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ ഈ റമദാൻ കൊണ്ട്. ഖുർആൻ പാരായണം എവിടെ വരെ എത്തി എല്ലാവരും ഒന്ന് ആലോചിക്കണം. തറാവീഹിൻ്റെ മാർക്കെത്രയായിരിക്കും നമുക്ക് അല്ലാഹു തആല തരിക? സദഖകളുടെ അവസരം ലഭിച്ചത് നമ്മൾ പാഴാക്കി കളഞ്ഞു. സദഖ മേടിക്കാൻ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെ അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടോ? തൗബക്കായി റബ്ബിനോട് ചോദിക്കാൻ ഏതൊക്കെ അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞു? അതോ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേയില്ലേ? തിന്മ കൊഴിഞ്ഞു പോയതിൻ്റെ ഭാരക്കുറവ് അനുഭവപ്പെടുന്നുണ്ടോ? നന്മയിൽ എത്തിച്ചേർന്നതിൻ്റെ പ്രകാശം മനസ്സനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. നോമ്പ് നമ്മൾ തള്ളി നീക്കിയതാണോ, അതോ നോമ്പിനെ ആവശ്യത്തോടുകൂടി നമ്മൾ വരവേറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെച്ചതാണോ? ഇതൊക്കെ നമ്മൾ ആത്മവിചിന്തനത്തിൽ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പരലോകത്തേക്കുള്ള അധിക വരുമാനത്തിന് നോമ്പിനെ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, ലമ്മാ ഖദറ റമദാൻ ഖദ ജാഅകും ശഹ്റുൻ മുബാറക. റമദാനിതായി എത്തിക്കഴിഞ്ഞു, ഇത് മുബാറക്കായ ബർക്കത്തുള്ള മാസമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ തുടക്കത്തിൽ പറയുകയാണ്. ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാത്രിയുള്ള മാസമാണത്. മൻ ഹുരിമ ഖൈറഹ, അതിന്റെ നന്മ ആർക്കെങ്കിലും തടയപ്പെട്ടാൽ ഫഖദ് ഹുരിമ,
അവൻ തടയപ്പെട്ടവനായി, സ്വർഗം തടയപ്പെട്ടവനായി മാറി, പ്രതിഫലം തടയപ്പെട്ടവനായി മാറി. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിച്ചു. ഇനിയും മണിക്കൂറുകൾ ബാക്കിയാണ്. മഹത്വമേറിയ സമയവും മാസവും അവസാനിച്ചിട്ടില്ല. ഉപയോഗപ്പെടുത്തണം. പാപങ്ങൾ കഴുകിക്കളയണം. യാ അയ്യുഹല്ലദീന ആമനൂ തുബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. സത്യവിശ്വാസികളെ, ചൊവ്വായ നിലയിലുള്ള ഒരു തൗബയിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ആയത്ത് നമ്മൾ അന്വർത്ഥമാക്കിയിട്ടുണ്ടോ? ഇതുവരെ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് മുതൽ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും എടുത്തു വെച്ച് അല്ലാഹുവേ മാപ്പാക്കണമേ, മായ്ച്ചു കളയണമേ, കിതാബിൽ ഇത് കാണരുതേ, ഇതിനെപ്പറ്റി ഒരു വിചാരണ നാളെ പരലോകത്തിലേക്ക് അഭിമുഖീകരിക്കേണ്ടി വരരുതേ എന്ന ഒരു ചോദ്യം അല്ലാഹുവിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടോ? വമാദറക റമദാൻ, ആർക്കെങ്കിലും റമദാൻ കഴിഞ്ഞു പോയാൽ ഫലം യുഗ്ഫറു ലഹു, അവന് പാപമോചനം തേടാൻ അവസരം ലഭിച്ചതുമില്ല. ഫഅബ്അദഹുല്ലാഹ്, അവനെ അള്ളാഹു വിദൂരമാക്കട്ടെ, അല്ലെങ്കിൽ അവനെ അള്ളാഹു മാറ്റി നിർത്തട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയപ്പോൾ ഈ ജിബ്രീൽ പ്രാർത്ഥിച്ചതിന് ആമീൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയിൽപ്പെട്ട പ്രാർത്ഥനയാണത്. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ആരെങ്കിലും പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവൻ അക്രമികളിൽപ്പെട്ടവനാണ്. സഅദി റഹ്മഹുല്ലാ ഈ ഒരു ആയത്തിനെ എടുത്തു പറയുന്നു. ഫന്നാസു ഖസ്മാനി, രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ളാലിമുൽ ലിനഫ്സിഹി ഗൈറു തായിബ്, തൗബ ചെയ്യാതെ സ്വന്തത്തിന് അക്രമം ചെയ്ത ആളുകളുണ്ട്. വതായിബുൻ മുഫ്ലിഹുൻ, തൗബ ചെയ്ത് വിജയിച്ച ആളുകളുമുണ്ട്. വലതുമ്മ ഖസമുൻ താലിസുൻ ഗൈറുഹ, ഇതല്ലാത്ത ഒരു വിഭാഗമില്ല. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം തൗബ ചെയ്യാതെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവർ. നമ്മൾ അങ്ങനെയാണോ? ആലോചിക്കണം. തായിബുൻ മുഫ്ലിഹുൻ, വിജയിച്ച, തൗബ ചെയ്ത് വിജയിച്ചയാൾ. ഏതിലാണ് നമ്മൾ പെടുക? തൗബത്തുൻ നസൂഹ് വേണം. തൗബത്തുൻ നസൂഹ് അയ്യതൂബ മിനദ് ദംബി തുമ്മ ലാ യഊദു ഇലൈഹി കമാ ലാ യഊദുൽ ലബനു ഇലല്ലാഹ്. നേരെ ചൊവ്വയുള്ള തൗബയുടെ ഡെഫിനിഷൻ എന്താ? അതിൻ്റെ അർത്ഥം എന്താ? വ്യാഖ്യാനം എന്താ? പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു പോക്കില്ല. എങ്ങനെ? അകിടിൽ നിന്ന് വന്ന പാല് തിരിച്ചു പോകാത്തതുപോലെ തിരിച്ചു പോക്ക് അസാധ്യമാകും വിധം ആ തൗബയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കണം. നമ്മൾ ചെയ്ത തൗബ ഫലപ്പെടണമെങ്കിൽ ആ തെറ്റുകളിലേക്ക് പിന്നെ തിരിച്ചു പോകരുത്. ഒഴിവാക്കിയ തിന്മകയെ തിരിച്ചു വിളിക്കാതിരിക്കാൻ റമദാൻ കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അപ്പോഴേ തൗബ പൂർണ്ണമാവുകയുള്ളൂ. എന്തിൽ നിന്നാണോ ആ തിന്മ മുളപൊട്ടുന്നത്, എന്ത് സാഹചര്യത്തിലാണോ ആ തിന്മ ഉണ്ടാകുന്നത്, ആ സാഹചര്യത്തെ തന്നെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കിക്കളയണം. ആ ഇടം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ഇടത്തേക്ക് നമുക്കെത്താൻ സാധിക്കണം. റമദാനിൽ നമ്മൾ തഖ്വ ശേഖരിക്കുകയായിരുന്നു. ഇനിയും കഴിയുന്നത്ര തഖ്വ നമ്മൾ ശേഖരിക്കണം. ചില ആളുകളെ കാണുന്നല്ലോ, റമദാനിൽ അവർ വമ്പം പ്രവർത്തനങ്ങളിലായിരിക്കും, ഈമാനിന്റെ കട്ടകളായിരിക്കും. അവർ ഈമാനിന്റെ ആളുകളായി 5 വക്ത് നമസ്കരിക്കാനുണ്ടായിരിക്കും. എന്നിട്ട് അവർ മാറിപ്പോകുന്നല്ലോ റമദാൻ കഴിഞ്ഞിട്ട് എന്ന് സലഫുകളോട് ആവലാതിപ്പെട്ടപ്പോൾ സലഫുകൾ പറഞ്ഞ മറുപടി എന്താ? ബിഅ്സൽ ഖൗമി ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫി റമദാൻ. റമദാനിലല്ലാത്ത ഒരു കാലത്തും അള്ളാഹുവിനെ അവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനത്തെ ജനത മോശപ്പെട്ട ജനതയാണ്. അഥവാ റമദാനിൽ മുറുക്കിയെടുത്ത് ധാരാളമായി പ്രവർത്തനം ചെയ്യുകയും പിന്നെ റമദാൻ കഴിഞ്ഞിട്ട് ജമാഅത്ത് നമസ്കാരമില്ല, ദിക്റില്ല, ദുആയില്ല, സുന്നത്തില്ല, ആ സമയത്ത് ഇറങ്ങി ആ സമയത്ത് കയറിപ്പോകുന്ന ഒരവസ്ഥ, അത് ഇസ്ലാമിൽ അനുവദമല്ല. തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നത് വരെ ഒരു മുസ്ലിമിന്റെ കർമ്മത്തിൽ നിന്നും വിരാമമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ മോശം ആളുകളാണ് അള്ളാഹുവിനെ റമദാനിൽ മാത്രം പരിഗണിക്കുന്നവർ എന്ന് സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞാലും പള്ളിയുണ്ട്, ഇശാ ജമാഅത്തുണ്ട്, സുബഹി ജമാഅത്തുണ്ട്. സഫിൽ ആള് പറയുന്നു, എന്തുകൊണ്ട് 4 സഫ് സുബഹിക്ക് 2 സഫുള്ളത് എങ്ങനെ 1.5 സഫാകുന്നു? ആരാണ് കൊഴിഞ്ഞു പോയത്? പുരുഷന്മാർക്ക് വീട്ടിൽ നിന്ന് ഫർദ് നമസ്കാരമേ ഇല്ല. അങ്ങനെ മനസ്സിലാക്കണം. പള്ളിയിൽ നിന്നാണ് പുരുഷന്മാർ ഫർദ് നമസ്കരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അങ്ങനെയായിരുന്നു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. റമദാൻ കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാലും ഇശാഇന്റെ സ്വഫിൽ നമ്മൾ വേണം. റമദാൻ കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാലും സുബഹിന്റെ സ്വഫിൽ നമ്മൾ വേണം. അവിടെയാണ് ഈ റമദാൻ വിജയിച്ചുവോ എന്നുള്ള ടെസ്റ്റ്. ആ ടെസ്റ്റിൽ നമ്മൾ പരാജയപ്പെട്ടു. കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടു. കഴിഞ്ഞ വർഷം എന്തൊരു ഈമാനായിരുന്നു റമദാനിൽ. ശവ്വാൽ 30 ആയപ്പോൾ എന്തായി? ഹജ്ജിന്റെ മാസമായപ്പോൾ എന്തായി? ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. തറാവീഹുകൾ തഹജ്ജുദുകളായി മാറി വീടിന്റെ മൂലയിലേക്ക് അത് പരിണമിക്കണം. വീട്ടിൽ നമസ്കരിക്കണം. വീട്ടിൽ ബർക്കത്തുണ്ടായിരിക്കണം. അത്താഴത്തിനുള്ള അലാമിന്റെ സമയം മാറ്റേണ്ടതില്ല. അത്താഴത്തിന്റെ അലാമിന്റെ സമയം മാറ്റാതെ ആ സമയത്ത് നീറ്റ് ആ സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നടക്കണം. അതിന് നമ്മൾ തയ്യാറാകണം. ആ സമയത്ത് ഖുർആൻ പാരായണം വീട്ടിൽ നിന്ന് ഉയരണം. ആ സമയത്ത് ഇസ്തിഗ്ഫാറിനെ വീട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയർത്താൻ സാധിക്കണം. നോമ്പുകൾ അവസാനിച്ചിട്ടില്ല. ശവ്വാലിൽ 6 നോമ്പുകളുണ്ട്. മൻ സാമ റമദാനൻ സുമ്മ തബഅഹു സിത്തൻ മിന ശവ്വാൽ കാന കസിയാമി ദഹർ. ആരെങ്കിലും റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ശേഷം ശവ്വാൽ മാസത്തിൽ നിന്നും 6 നോമ്പുകൾ അതിനെ തുടർന്ന് നോൽക്കുകയും ചെയ്താൽ വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം. ഒരാൾ 30 നോമ്പ് നോൽക്കുമ്പോൾ 300 നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം. ഒരാൾ 6 നോമ്പ് നോൽക്കുമ്പോൾ ബാക്കി 65 നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം. സലഫുകൾ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചത്. അപ്പോൾ 365 ദിവസവും നോമ്പ് നോറ്റ പ്രതിഫലം കിട്ടണോ? ശവ്വാലിൽ 6 നോമ്പ് നോറ്റാൽ മതി. തിങ്കളും വ്യാഴവും നോമ്പുണ്ട്. ഒരാഴ്ചയിൽ 2 പ്രാവശ്യം കർമ്മങ്ങൾ അള്ളാഹുവിൽ പ്രദർശിപ്പിക്കപ്പെടും. ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങൾ. ആ സമയത്ത് നോമ്പുകാരനായി എൻ്റെ കർമ്മം പ്രദർശിപ്പിക്കപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളും വ്യാഴവും നോമ്പ് നോച്ചു. തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കുമ്പോൾ രാവിലെ എന്താണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് 4 മണിക്ക് നീറ്റുണ്ടാക്കേണ്ടി വരും. ആ സമയത്ത് കഴിക്കേണ്ടി വരും. വൈകുന്നേരം എന്താണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് മഗ്‌രിബിന് കഴിക്കേണ്ടി വരും. ഇത്ര സിമ്പിളാണ് നോമ്പ്. നോമ്പിനെ കൊണ്ടുപോയി അങ്ങേയറ്റത്തെ ദുരാചാരത്തിലേക്ക് കെട്ടിയിട്ട് നോമ്പ് ബുദ്ധിമുട്ടാണ്. ഇബാദത്തൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇബാദത്ത് കൊണ്ടുപോയി വലിയ കളർഫുള്ളാക്കി പിന്നെ കളർഫുള്ളായ ഇബാദത്ത് അല്ലെങ്കിൽ ഇബാദത്തല്ല എന്ന് പറഞ്ഞ് ലളിതമായ ഇബാദത്തുകൾ ചെയ്യേണ്ടിടത്ത് അതിനെ വിട്ടുപോകുന്ന ഒരു പ്രവണത ഇബ്ലീസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ശരിയാക്കി തന്നിട്ടുണ്ട്. ആ പ്രൊജക്റ്റിനെ പൊളിച്ച് തകർത്തെറിഞ്ഞ് രാവിലെ കഴിക്കേണ്ട ഭക്ഷണം സുബ്ഹിന് മുമ്പ് കഴിക്കുകയും വൈകുന്നേരം കഴിക്കേണ്ട ഭക്ഷണം മഗ്‌രിബിന് തൊട്ടുശേഷം കഴിക്കുകയും ചെയ്താൽ അതിൻ്റെ ഇടയിൽ ഭക്ഷണമില്ലെങ്കിൽ നോമ്പായി. സിമ്പിളാണ്. അത് വെറുതെ നമ്മൾ വലിയ സംഭവമാക്കി മാറ്റുകയാണ്. അയ്യാമുൽ ബിഅ് ഈ അറബി മാസത്തിലെ 13, 14, 15 തീയതികളിൽ ഓരോ മാസത്തിലും 3 ദിവസം നോമ്പ് നോൽക്കുന്നവന് വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം. ഒരു നോമ്പിന്റെ 10 നോമ്പിന്റെ പ്രതിഫലം, 3 നോമ്പിന്റെ 30 നോമ്പിന്റെ പ്രതിഫലം, ഒരു മാസം നോമ്പ് നോറ്റ പ്രതിഫലം. എല്ലാ മാസവും നോമ്പ് നോൽക്കുന്നവന് എല്ലാ വർഷം മുഴുവൻ നോറ്റ പ്രതിഫലം. അറഫാ നോമ്പ്, അറഫാ ദിനത്തിലെ നോമ്പ്, ആ നോമ്പ് കാരണം അല്ലാഹു കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുക്കും. മുഹറം മാസത്തിലെ 9, 10 കഴിഞ്ഞു പോയ വർഷത്തെ പാപങ്ങൾ എന്ത് ചെയ്യും? പൊറുക്കും. ഇനി റമദാനിലെ അവസാന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊന്നും ഫിത്ർ സക്കാത്ത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, ഫറള സക്കാത്തുൽ ഫിത്രി മിനർ റമദാനി അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിം. മുസ്ലിങ്ങളിലെ ഓരോരുത്തർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. തുഖറത്തുൽ ലിസ്സായിമീൻ, അത് സ്വാഇമീങ്ങളുടെ ന്യൂനതകൾ തീർക്കുന്ന കാര്യം. വത്തുഅമത്തുൽ ലിൽ മസാകീൻ, അത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണമാണ് ഫിത്ർ സക്കാത്ത്. ഹുർറു ഔ അബ്ദി, അടിമയാണെങ്കിലും സ്വതന്ത്രനായാലും ഫിത്ർ സക്കാത്തുണ്ട്. ഔ റജ്ലിൻ ഔ ഇംറഅത്തിൻ, സ്ത്രീക്കും പുരുഷനുമുണ്ട്. സഗീരിൻ ഔ കബീരിൻ, കുട്ടിക്കുമുണ്ട് മുതിർന്നവർക്കുമുണ്ട്. അപ്പോൾ ജനിച്ച കുട്ടിക്കടക്കമുണ്ട്. എപ്പോൾ കൊടുക്കണം? അമറ ബിഹാ അൻ തുഅദ്ദി ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാ, ജനങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് സക്കാത്തുൽ ഫിത്ർ വിതരണം ചെയ്യണം. വഖാലു യഅതൂന ഖബ്ലൽ ഫിത്രി യൗമ ഔ യൗമൈൻ, പെരുന്നാളിന് 1-2 ദിവസം മുമ്പൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ആരെങ്കിലും ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുത്താൽ അയാളുടെ ഫിത്ർ സക്കാത്തും പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം കൊടുത്താൽ അത് സ്വതക്കയിലും മാത്രമുള്ളൂ പരിഗണിക്കുക.
എന്ന് നമ്മൾ മനസ്സിലാക്കണം. 110 രൂപയാണ് നമ്മളിവിടെ കണക്കാക്കിയിട്ടുള്ളത്. ഒരു സാ ഇവിടെയുള്ള മുഖ്യ ആഹാരം ഏതാണോ അത് ഒരു സാ കണക്കാക്കുമ്പോൾ 110 രൂപയാണ് ആ സംഖ്യ. ഇനി കൊടുക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് അവസരമുണ്ട്, അത് കൊടുക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. ചെയ്തു കൂട്ടിയ നന്മകളും വാങ്ങിക്കൂട്ടിയ പാപമോചനവും പാഴാക്കാതിരിക്കാൻ അടുത്ത കാലങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. നന്മകൾക്ക് തുടർച്ച പ്രധാനമാണ്. ലഭ്യമാകുന്ന പ്രകാശത്തെ ഇരട്ടിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മറന്നു പോകരുത്. വലിയ വലിയ യാഥാർത്ഥ്യങ്ങൾ ഖുർആനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പരലോകമാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരലോകമെന്ന കവാടത്തിലൂടെ നമ്മൾ ആ മരണമെന്ന കവാടത്തിലൂടെ പരലോകത്തേക്ക് പ്രവേശിച്ചു. അൽ വസ്ന യൗമൈദിനിൽ ഹഖ് വമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അന്നത്തെ ദിവസം കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്നത് സത്യമായിരിക്കും. അപ്പോൾ ആരുടെ തുലാസുകൾ കനം തൂങ്ങുന്നുവോ അവരാണ് വിജയികൾ. തുലാസ് കനം തൂങ്ങാൻ നമ്മളിവിടെ സമ്പാദിച്ച സമ്പത്ത് വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല, നമ്മുടെ പറമ്പും വീടും വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല. മറിച്ച് ഇഖ്ലാസോടുകൂടിയുള്ള കർമ്മങ്ങളാണ് ആ വസിൽ തുലാസിൽ കനം തൂങ്ങുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫൗലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും. ആട് തുലാസുകൾ കനം കുറഞ്ഞുവോ അവരാണ് ആത്മനഷ്ടം നേരിട്ടവർ. എന്നാൽ പരലോകത്തെ ഏതൊരുവന് തന്റെ രേഖ വലതു കൈയിൽ നൽകപ്പെടുന്നുവോ അവൻ ലഘുവായ വിചാരണക്ക് മാത്രം വിധേയനാകുന്നതാണ്. അപ്പോൾ വലതു കൈയിൽ കിതാബ് കിട്ടണമെങ്കിൽ വലതു കൈയിൽ നന്മ കൂടുതലുള്ള കിതാബ് വലതു കൈയിൽ കിട്ടും. ഇഖ്ലാസ് കൂടുതലുള്ള മുന്ന കിതാബ് വലതു കൈയിൽ കിട്ടും. റമദാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തിയവരുടെ കിതാബ് വലതു കൈയിൽ കിട്ടും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. അവൻ അവന്റെ അടുത്ത സ്വന്തക്കാരുടെ അടുത്തേക്ക് സന്തുഷ്ടനായി കൊണ്ട് ആ കിതാബ് മേടിച്ച് തിരിച്ചു പോകും. എന്നാൽ ഏതൊരുവന് തന്റെ രേഖ അവന്റെ മുതുകിന്റെ പിന്നിലൂടെ കൊടുക്കപ്പെടുന്നുവോ പിറകിലൂടെ ഇടതുകൈയിൽ രേഖ കിട്ടുന്നവരുണ്ടാകും. അവൻ നാശമേ എന്ന് നിലവിളിക്കുകയും ആളിക്കത്തുന്ന നരകത്തിലേക്ക് അവനെ വലിച്ചെറിയുകയും ചെയ്യും. അവൻ തീർച്ചയായും അവന്റെ സ്വന്തക്കാർക്കിടയിൽ സന്തോഷത്തോടുകൂടി കഴിയുന്നവനായിരുന്നു. ദുനിയാവിൽ സന്തോഷത്തോടുകൂടി കഴിയുന്നവനായിരുന്നു. ദുനിയാവിനെ മാത്രം ശ്രദ്ധിച്ച് ആഖിറത്തിനെ ശ്രദ്ധിക്കാതെ ആഖിറത്തിലെ കർമ്മങ്ങളെ നന്നാക്കാതെ ആഖിറത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് അധ്വാനിക്കാതെ ജീവിക്കുക. യഥാർത്ഥത്തിൽ 1400 വർഷമായി പ്രവാചകനും സഹാബത്തും ഖബറിൽ വിശ്രമം തുടങ്ങിയിട്ട് അപ്പോൾ അവർക്ക് പരലോകത്തേക്ക് എത്താനുള്ള വയസ്സിപ്പോൾ 1400 അവർ ജീവിച്ചത് എത്രയാ? 63, 74, 101, 83, 94. അവരിപ്പോൾ ജീവിച്ച വർഷം എത്രയാ ഖബറിൽ? അപ്പോൾ സുദീർഘമായ ഒരു കാലഘട്ടത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ കാര്യത്തിൽ പാപ്പരാസികളാണെങ്കിൽ അവിടെ ചെന്നാൽ പ്രയാസപ്പെടേണ്ടി വരുമെന്ന് മനസ്സിലാക്കണം. തീർച്ചയായും അവൻ ധരിച്ചു അവൻ മടങ്ങി വരുന്നതേ അല്ല എന്ന്. ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ റിയാലിറ്റിയെ കണ്ണിൽ കണ്ട് തലയിൽ നിന്നും മണ്ണ് തുടച്ച് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നാട്ടക്കുറയിലേക്ക് പക്ഷികൾ പോലെ അങ്ങനെ സുദീർഘമായ ഒരു യാത്രയിൽ മഹിശറ വൻസഭയിൽ ചെന്നുകൂടി അവിടെ അടഞ്ഞു നിൽക്കേണ്ടി വരുമെന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ ആത്മാവിലേക്കും നമ്മുടെ കൺസെപ്റ്റിലേക്കും കൊണ്ടുവരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഒരാൾക്ക് പരലോകത്തിൽ അധ്വാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതെ, തീർച്ചയായും അവന്റെ രക്ഷിതാവ് അവനെപ്പറ്റി കണ്ടറിയുന്നവനാണ്. അതുകൊണ്ട് രൂഢമായ പരലോകബോധം അടങ്ങിയിരിക്കാൻ സാധ്യമല്ലാത്ത വിധം മനുഷ്യനെ ഉണർത്തുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി ശാന്തമായ മനസ്സോടുകൂടി ഇരിക്കാൻ കഴിയാതെ പരലോകത്തിനു വേണ്ടി ഇനിയും ഏറെ അധ്വാനിക്കാനുണ്ട് എന്നൊരു വികാരത്തോടുകൂടി ചിന്തയോടുകൂടി സമയഫലത്തെ ഫലപ്രദമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈദുൽ ഫിത്തർ വരികയാണ്. ഒരു മാസത്തെ ത്യാഗത്തിൻ്റെ പ്രതിഫലം നേടിയ സന്തോഷത്തിൻ്റെ ആഘോഷമാണ് ഈദുൽ ഫിത്തർ. ഇസ്ലാമിലെ ആഘോഷങ്ങളൊക്കെ ആരാധനകൾ നിറഞ്ഞതാണ്. അതിന് കാരണം ആരാധനകളിലൂടെ മാത്രമേ ഒരാൾക്ക് സന്തോഷത്തെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ ആഘോഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. രാവിലെ മൈതാനത്തിലേക്ക് പുറപ്പെടുമ്പോൾ സഹാബത്ത് കുളിക്കുമായിരുന്നു. അവരുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പെരുന്നാളിനും ജുമാക്കും മാത്രം ധരിക്കാനായിട്ട് പ്രത്യേക വസ്ത്രമുണ്ടായിരുന്നു എന്ന് സഹാബത്ത് പറയുന്നുണ്ട്. പുരുഷന്മാരാണെങ്കിൽ സുഗന്ധം പൂശൽ സുന്നത്താണ്. സ്ത്രീകളാണെങ്കിൽ സുഗന്ധ വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് എവിടേക്കും ഉപയോഗിക്കാൻ പാടില്ല. ഈദിൻ്റെ ഈദ്ഗാഹിലേക്ക് മാത്രമല്ല, ഒരിടത്തേക്കും പെണ്ണ് സുഗന്ധം പൂശുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഭക്ഷണം കഴിക്കൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പെരുന്നാളിന് ഭക്ഷണം വല്ലതും കഴിക്കാതെ മുസല്ലയിലേക്ക് വന്നിരുന്നില്ല. അപ്പോൾ കഴിച്ചിട്ടായിരുന്നു ചെറിയ പെരുന്നാളിന് വന്നിരുന്നത്. എന്നാൽ വലിയ പെരുന്നാളിൻ്റെ ദിവസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. തക്ബീർ ചൊല്ലലാണ് മറ്റൊന്ന്. ധാരാളമായി ചൊല്ലണം. നമ്മൾ ഈഗോ നിലനിർത്തരുത്. നമുക്ക് ആ ശവ്വാലിൽ മാസം കണ്ടുവന്ന് പറഞ്ഞ് പെരുന്നാൾ തുടങ്ങി എന്ന അറിയിപ്പ് കിട്ടുന്നത് വരെ, നമസ്കാരത്തിലേക്ക് എത്തുന്നത് വരെ നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. വീട്ടിലും വഴിയിലും നാട്ടിലും പള്ളിയിലും ഈദ്ഗാഹിൽ നേരത്തെ വന്നും ഒക്കെ തക്ബീർ ധാരാളമായി ചൊല്ലണം. തക്ബീർ ചൊല്ലുന്നതിൻ്റെ അളവ് എത്രയാണോ അത്ര അളവാണ് അന്ന് പെരുന്നാളിൻ്റെ സന്തോഷം കിട്ടുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈദ്ഗാഹുകളിലേക്ക് നേരത്തെ പുറപ്പെടണം. നമ്മളെ കാത്തുനിന്ന് നമ്മൾ നിസ്കരിക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവും 2-3 ആളുകൾ ഓടി വരും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒരിക്കലും ശരിയല്ല. ഇവിടെ 6:30 എത്തണം. എല്ലാവരും ഗ്രൗണ്ടിലാണ്, സ്കൂൾ ഗ്രൗണ്ടിലാണ് നിസ്കാരം. അവിടേക്ക് എല്ലാവരും 6:30 എത്തണം. എന്നാൽ നമ്മൾ 6:45 നമുക്ക് നിസ്കരിക്കുകയും ചെയ്യാം. 15 മിനിറ്റ് നമുക്ക് തക്ബീർ ചൊല്ലുകയും ചെയ്യാം. ഇതെന്താ വെച്ചാൽ രാവിലെ നേരത്തെ എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റാൽ മതി. പുലർച്ചെ പെരുന്നാളല്ലേ, കുറച്ചു നേരം കൂടി കിടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ചില ആളുകൾ സുബൈക്ക് പള്ളിക്ക് വന്ന് തിരിച്ചു വന്നും ഒരുങ്ങാൻ നിൽക്കും. സുബൈക്ക് പള്ളിക്ക് വരുമ്പോൾ തന്നെ ഒരുങ്ങി വന്നാൽ മതി, ഒരു പ്രശ്നമല്ല. ആ ഒരുങ്ങലിൽ ഒരൊറ്റ ഒരുങ്ങലിൽ അതുകൊണ്ട് ഒരുങ്ങുമ്പോൾ എന്ത് ചെയ്യും? സുബൈക്കും പെരുന്നാളിൻ്റെ വസ്ത്രമിട്ട് നിസ്കരിച്ചാൽ ഒന്നും സംഭവിക്കില്ല. അല്ലാഹു തആലയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റവും നല്ല വൃത്തിയും ഭംഗിയിലും നിൽക്കണം എന്നാണ്. അതൊക്കെ ഒരു പ്രായോഗികമായി ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. പെരുന്നാൾ നമസ്കാരം 2 റക്അത്താണ് നമുക്കറിയാം. എല്ലാവരും പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകളാണ്. 1-ാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം 7 തക്ബീറുണ്ട്. അതേപോലെ 2-ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് തക്ബീർ കെട്ടുന്നതിന് പുറമെ 5 തക്ബീറുകളുമുണ്ട്. അതൊക്കെ നമുക്കറിയുന്നതാണ് പെരുന്നാൾ നമസ്കാരത്തിലെ പ്രത്യേകത. പെരുന്നാൾ പള്ളിയിലാണെങ്കിൽ കയറി വന്നാൽ തഹിയ്യത്ത് നമസ്കരിക്കണം. ഈദ്ഗാഹിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് ഈദ്ഗാഹിലാണ്, അവിടെ വന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കേണ്ട ആവശ്യമില്ല. നമസ്കാരാനന്തരമുള്ള പെരുന്നാളിൻ്റെ ഖുത്ബ ശ്രദ്ധിക്കുക എന്നത്, അത് ഇരുന്നിടത്തിരുന്ന് ശ്രദ്ധിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ച സംഗതിയാണ്. പെരുന്നാളിന് രോഗികളെ സന്ദർശിക്കണം. ദുർബലരെ ഈദ്ഗാഹിലെത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ അടുത്ത ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവരൊന്ന് ഈദ്ഗാഹിൽ കൊടുന്നിരുത്തി അവർക്കെല്ലാവരും ഒന്ന് കാണാനുള്ള സൗകര്യം ഒരുക്കിയാൽ അന്നത്തെ പെരുന്നാൾ നമുക്ക് വലിയ പെരുന്നാളായി മാറും. അതേപോലെ വസ്ത്രമെടുക്കാൻ ഇനിയും ബാക്കിയുള്ള നമ്മുടെ അയൽവാസികൾ ദാരിദ്ര്യം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാനും നമ്മൾ തയ്യാറാകണം. ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇവിടെ പള്ളിയിൽ വന്നിരുന്ന ഒരാൾ ഇന്നലെ ഹൃദയ സംബന്ധമായ രോഗമായി ICUവിലാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ നോൽക്കുന്ന നോമ്പും നമസ്കരിക്കുന്ന നമസ്കാരങ്ങളൊക്കെ അല്ലാഹു തആല മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ. ധാരാളമായി തൗബ ചെയ്യുന്ന തായിബീങ്ങളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ റമദാൻ കഴിയുന്നതോടുകൂടി ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, നാളെ പരലോകത്തെത്തുമ്പോൾ ഞങ്ങൾ ഈ സഹിക്കുന്ന ത്യാഗത്തിനും പ്രയാസത്തിനുമൊക്കെ 10 ഇരട്ടി
പ്രതിഫലം തരാമെന്ന നിന്റെ വാഗ്ദാനം അതേപോലെ പാലിക്കപ്പെടുന്ന അടിയാറുകളിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണമേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.